നാമവും രൂപവും, ഒരു രൂപം ഒരു നാമം, ഇത് സ്വർണത്തിന്റെ ധർമ്മമാണ്. സ്വർണം വസ്തു, അതിലെ ധർമ്മമാണ് നാമവും രൂപവും. അനേകം മൺപാത്രങ്ങൾ ഉപനിഷത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. മണ്ണ് വസ്തു, പാത്രത്തിലെ പാത്രമെന്ന നാമവും രൂപവും അതിലെ സ്വഭാവം അഥവാ ധർമ്മം, വസ്തു അഥവാ സ്വഭാവം, ധർമ്മി അഥവാ ധർമ്മം. അപ്പൊ നമ്മളീ കാണുന്നതൊക്കെ ധർമ്മമാണ്. ധർമ്മി എന്താണെന്ന് നമുക്ക് നിശ്ചയമില്ല. അറിവത് ധർമ്മിയല്ല, അറിയുന്നത് വസ്തുവിനെ അല്ല. ഇവിടെ ആരറിഞ്ഞാലും ഏത് ശാസ്ത്രജ്ഞന്മാരെ ഒന്നും നമ്മൾ കുറ്റം പറയല്ലേ, അവരൊക്കെ അതിബുദ്ധിമാന്മാർ. പക്ഷെ അവര് ഏത് ഗ്രഹത്തിൽ പോയി എന്തന്വേഷിച്ചാലും അവരറിയുന്നത് ധർമ്മമാണ്, നാമരൂപങ്ങളാണ്. ഒരു പുതിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ പുതിയൊരു രൂപവും പുതിയൊരു നാമവും. അതിലെ വസ്തു എന്താണെന്ന് അവർക്ക് നിശ്ചയമില്ല. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ വെള്ളം, ഓക്സിജനും ഹൈഡ്രജനും ആണ് വെള്ളം. വളരെ സന്തോഷം. ഓക്സിജനും ഹൈഡ്രജനും വെള്ളമെന്ന നാമരൂപത്തെ വിശകലനം ചെയ്ത് കണ്ടെത്തിയ വേറെ രണ്ട് നാമരൂപങ്ങൾ. വസ്തു എന്താണെന്ന് ആർക്കാ നിശ്ചയം? ഇതുപോലെയാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും. ഇതൊക്കെ വിവേകാനന്ദ സ്വാമി തന്നെ ഒടുവിൽ പറയുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രങ്ങളുമൊക്കെ സത്യമെന്തെന്ന് കാട്ടിത്തരാൻ അസമർത്ഥങ്ങളാണ്. സ്റ്റീഫൻ ഹോക്കിങ്സ് ഡൽഹിയിൽ വന്ന് പറയുന്നു, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിസിസ്റ്റ്. അദ്ദേഹം വന്ന് പറഞ്ഞു, ഈ ഫിസിക്സിന് നമുക്ക് കാര്യമായി ആ സത്യത്തെ ഒന്നും വെളിപ്പെടുത്തി തരാനേ സാധ്യമല്ല. അദ്ദേഹം പറയുന്നു, ഒരു 20 വർഷം കഴിയുമ്പോൾ പിന്നെ ഈ ഫിസിക്സിനൊന്നും ഒരു നിലനിൽപ്പുമില്ലാതാവും. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ വേറെ ചെറിയ ഫിസിസിസ്റ്റുകൾ ഒരുപാട് പേര് അദ്ദേഹത്തെ ദേഷ്യപ്പെടാൻ പോയേ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ലോകത്ത് ഏറ്റവും വലിയ ഫിസിസിസ്റ്റാണ്, നെർവ്സ് എല്ലാം തളർന്ന് ഇങ്ങനെ ഒരു ജീവച്ഛവം പോലെ വീൽ ചെയറിൽ ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം ഡൽഹിയിൽ വന്നുടൻ ചോദിച്ചത്, ഞാൻ എന്തിന് ജനിച്ചു, എനിക്കിതാര് പറഞ്ഞു തരും? ഇതാണ് സത്യം, സത്യാന്വേഷണം. ഈ സത്യം എനിക്ക് ആരാ പറഞ്ഞു തരാനുള്ളത്? അത് ഇവിടെ വന്ന് ഉപനിഷത്ത് പഠിക്കുകയോ, ഐൻസ്റ്റീൻ ഇവിടെ വന്ന് ഇത് പഠിച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇതെനിക്കറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ 40 കൊല്ലത്തെ അന്വേഷണം ഉപേക്ഷിക്കാമായിരുന്നു എന്നാണ്. ഞാനിതൊക്കെ എടുത്തു പറയുന്നത് അത്ര വിലപ്പെട്ടതാണ് നമ്മുടെ വേദാന്ത സത്യം.